Hi friends, welcome back to my channel Jaffoder. അപ്പോൾ ഇന്നലെ നമ്മൾ നല്ല കപ്പി മീൻകറിയും കഴിച്ചില്ലേ? അപ്പോൾ അതിന്റെ വീഡിയോ കാണാത്തവർക്കായി ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ആ മീൻകറി ഉണ്ടാക്കിയാലോ? സോ ലെറ്റ്സ് ഗോ. നമ്മൾ ഇതിനെടുത്തത് ആവോലിയാണ് കേട്ടോ, നല്ല കുഞ്ഞൻ ആവോലിയാണ്. അതിന് നമ്മൾ ഉപ്പും മുളകും മഞ്ഞളിട്ട് നന്നായി മസാജ് ചെയ്ത് വെച്ച് ഇൻഗ്രീഡിയൻസ് ആയ ഇഞ്ചി, വെളുത്തുള്ളി, തക്കാളി, കരിവേപ്പില, പച്ചമുളക് ഇന്ന് വെച്ചിട്ടുണ്ട്. ഇപ്പം നമ്മൾ മൺചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ മൺചട്ടിയാണ് വെച്ച് കൊടുത്തത്. ഫ്ലെയിം ഓൺ ആക്കി ചട്ടി നന്നായി ചൂടാവുമ്പോൾ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണ ചൂടായി വരാൻ നമ്മൾ അല്പം ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉലുവ നന്നായി പൊട്ടാൻ തുടങ്ങുമ്പോഴേക്കും നമുക്ക് കരിവേപ്പില ഇടാം. അപ്പം നമ്മൾ കരിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് നമുക്ക് കുറച്ച് നമ്മുടെ എടുത്ത് വെച്ച അരിഞ്ഞു വെച്ച വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളകും ഇട്ടെടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കാം. നന്നായി വഴറ്റി കൊടുക്കാം. മിക്സി വെച്ച് അരിച്ചെടുത്ത് തക്കാളി നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടൊന്ന് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അങ്ങനെ നമ്മൾ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പം നന്നായി തിളച്ച് വരുമ്പോഴേക്ക് നമുക്ക് പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം. 3/4 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്. ഇത് മൂന്നും കുറച്ചിട്ട് കൊടുത്താൽ മതി, കാരണം നമ്മൾ മീൻ ഓൾറെഡി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മല്ലിപ്പൊടി. എന്നിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയുള്ളി ഇട്ട് കൊടുക്കാം. മുമ്പ് നമ്മൾ ഇഞ്ചിയൊക്കെ ഇടുന്ന സമയത്ത് വേണമെങ്കിൽ ചെറിയുള്ളി ഇടാം കേട്ടോ. നമ്മൾ ഇട്ട് കൊടുത്തിട്ടില്ലാന്നേ ഉള്ളൂ. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായി തിളച്ച് വരുമ്പോൾ നമുക്ക് നമ്മുടെ പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഏത് പുളിയായാലും പ്രശ്നമില്ല. നമ്മളിവിടെ സാധാരണ പുളിയാണ് എടുത്തത്. നെല്ലിക്ക വലിപ്പത്തിൽ മാത്രം എടുത്താൽ മതി കേട്ടോ. അങ്ങനെ നമുക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മളെ മീൻ ഇട്ടെടുത്തു. പാറാണ് കേട്ടോ ഇത് കുക്ക് ചെയ്യുന്നത്. പാറ ഞാനും കൂടിയിട്ടാണ് കുക്ക് ചെയ്തത്. അങ്ങനെ എന്നിട്ട് നമുക്കൊന്ന് ഇളക്കിയിട്ടൊന്ന് അടച്ചു വെക്കാം. ലോ ഫ്ലെയിമിൽ നമ്മൾ കുറച്ച് സമയം വെച്ചു. ഇത് കപ്പൊക്കെ ആയതുകൊണ്ട് തന്നെ നമ്മൾ നന്നായിട്ട് ചാറ് വെക്കുന്നുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ ഇത്രയും ചാറ്. ഇല്ലെങ്കിൽ നമ്മൾ ഇത്രയൊന്നും ആക്കണ്ട.